ഇത് നമ്മുടെ ഇവിടുത്തെ ഗവൺമെൻറ് കോളേജിലെ നമ്മുടെ LSC സെൻ്ററാണ്. അവിടുത്തെ കോർഡിനേറ്റർ സിജി മാഡം. ഇത് നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസർ രണ്ട്. ഇത് സിജി മാഡം, നമ്മുടെ LSC കോർഡിനേറ്ററാണ് സിജി. ലെഫ്റ്റനന്റ് ഡോക്ടർ സ്മിത, അസിസ്റ്റന്റ് പ്രൊഫസർ. സ്മിത കെ, അസിസ്റ്റന്റ് പ്രൊഫസർ SGI. എൻ്റെ പേര് പ്രൊഫസർ വനജ സി, പട്ടാമ്പി പ്രാദേശിക കേന്ദ്രം ഡയറക്ടർ. തുടങ്ങട്ടെ. എല്ലാവർക്കും നമസ്കാരം. എന്നെ ഈ മീറ്റിംഗ് വിളിച്ചത് രണ്ട് കാര്യത്തിനാണ്. ഒന്ന്, ഞാനിതുപോലെ കഴിഞ്ഞ വർഷം ഇതുപോലെ നടത്തിയിരുന്നു. അപ്പം നിങ്ങൾ നല്ല സപ്പോർട്ട് തന്ന് ഒരുപാട് കുട്ടികൾക്ക് നമ്മുടെ ഇതിനെപ്പറ്റി എന്നെ എത്തിക്കാൻ പറ്റി. കുറേ പേര് ജോയിൻ ചെയ്തു. അതിനൊരു നന്ദി പറയാന്നുള്ളത് ആദ്യമേ തന്നെ നന്ദി പറയാണ്. രണ്ടാമത് ഈ വർഷത്തെ അഡ്മിഷൻ തുടങ്ങി. അതിനെപ്പറ്റി ഉള്ള ഒരു കാര്യം, നിങ്ങളൊരു ആ സെയിം സഹായം ഇത്തവണ ഒന്ന് വേണം. അതായത് നമ്മുടെ യൂണിവേഴ്സിറ്റി തുടങ്ങിയിട്ട് 4 വർഷമായി. ഇപ്പോഴൊരു 30-40% ആൾക്കാരടുത്ത് പൊട്ടൻഷ്യൽ ലേണേഴ്സിൻ്റെ അടുത്ത് എത്തിയിട്ടുള്ളൂ. ഈ മീറ്റിംഗ് വിളിച്ചത് ഇതൊരു നമ്മുടെ യൂണിവേഴ്സിറ്റിയെ മാർക്കറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എണ്ണം കൂട്ടി ഒരു റെക്കോർഡ് ഇടാനോ ഒന്നുമല്ല. ഇപ്പം 90,000 സ്റ്റുഡൻസ് പഠിപ്പിക്കുന്നത് ആ എണ്ണത്തിനല്ല ഇമ്പോർട്ടൻറ്റ്. നമ്മൾ 90,000 സ്റ്റുഡൻസിൻ്റെ അടുത്ത് അവർ പണ്ട് പഠിക്കാൻ പറ്റാതെ പോയതോ അല്ലെങ്കിൽ പഠിക്കാൻ അവസരം കിട്ടാതെ പോയതോ ഇടയ്ക്ക് വെച്ച് പഠിത്തം നിർത്തിയവരെ ഇങ്ങനത്തെ അവസരം ഉണ്ടെന്ന് നമുക്ക് എത്തിക്കാൻ പറ്റി. അതാണ് ഈ 90,000-ൻ്റെ ഇമ്പോർട്ടൻസ്. അല്ലാതെ എണ്ണം എടുത്ത് റെക്കോർഡ് ഇടാനോ അല്ലെങ്കിൽ ഗിന്നസ് റെക്കോർഡ് ഇടാനോ ഒന്നും അല്ല ഉദ്ദേശം. ഇനി അതുപോലെ ഒരു 70% ആൾക്കാർ വെളിയിൽ നിൽക്കുക, പഠിക്കാൻ ഈ ഇങ്ങനെയുള്ള അവസരങ്ങളെ പറ്റി അറിയാതെ അവരടുത്ത് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ എല്ലാ ഡിസ്ട്രിക്ട്സിലും ഞാൻ തന്നെ നേരിട്ട് പോയി പ്രസ് കോൺഫറൻസ് മാക്സിമം ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് വെളിയിൽ നിൽപ്പുണ്ട്. അപ്പം നിങ്ങളുടെ സഹായം എന്ന് പറഞ്ഞാൽ ഇത് എല്ലായിടത്തും എത്തിക്കാൻ മാക്സിമം ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ, അതായത് 50% പേര് യങ് തലമുറയില്ല. അവർ ഈ ഫേസ്ബുക്കും അവരെ എഡ്യൂക്കേഷൻ ഉണ്ടായിട്ട് അവർ അന്വേഷിച്ച് പോയി കണ്ടെത്തും. ബാക്കി 50% പത്രം വഴി, അതായത് ഇപ്പൊ ഈ വർഷം 91 വയസ്സുള്ള ഒരാൾ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം പത്രം വായിച്ചിട്ടാണ് ഈ ഇൻഫർമേഷൻസ് അറിയുന്നത്. ഇങ്ങനെ അവസരങ്ങളുണ്ട്, അവർക്ക് നേരത്തെ പഠിക്കാൻ പറ്റാതെ പോയ. അതാണ് ഈ പ്രസ് കോൺഫറൻസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് യൂണിവേഴ്സിറ്റിയെ മാർക്കറ്റ് ചെയ്യുകയോ കോഴ്സ്, അതല്ല നമ്മുടെ ഒബ്ജക്റ്റീവ്സ് തന്നെ. ഇങ്ങനൊരു അവസരമുണ്ട്. ഇപ്പം നമ്മൾ ഒരുപാട് മീറ്റിങ്ങിന് പോകുമ്പോൾ എല്ലാവരും ഇത് എനിക്ക് ഇങ്ങനെ അവസരം ഉള്ളത് അറിയത്തില്ല എന്ന്, ഞാൻ ജോയിൻ ചെയ്തേനല്ലോ എന്നാണ് ഒരുപാട് അടുത്തുനിന്ന് ആൾക്കാർ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെല്ലാം തീരുമാനിച്ചത് എല്ലായിടത്തും പോയി മാക്സിമം ആൾക്കാരടുത്ത് എത്തിക്കാൻ നമ്മൾ ശ്രമിക്കുന്നത്. ഈ തവണത്തെ അഡ്മിഷൻ തുടങ്ങി. ഓഗസ്റ്റ് 10 ലാസ്റ്റ് ഡേറ്റ്. 30 പ്രോഗ്രാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. 17 UG, 14 PG. അതിൽ 6 പ്രോഗ്രാം NEP പ്രകാരമാണ് 4 വർഷത്തെ. അത് 3 വർഷം കഴിഞ്ഞ് അവർക്ക് പുറത്ത് വേണമെങ്കിൽ ഡിഗ്രി ആയിട്ട് താല്പര്യമുള്ളവർ കണ്ടിന്യൂ ചെയ്താൽ മതി. നമ്മൾ ഒരുവിധമുള്ള മോഡേൺ എല്ലാ സബ്ജക്ട്, ഡാറ്റാ സയൻസ് തുടങ്ങി അതുപോലുള്ള ഒരുപാട് പ്രോഗ്രാം, BCA, BBA, MBA, MCA എല്ലാം തുടങ്ങി. കഴിഞ്ഞ തവണ MBAക്ക് 100 സീറ്റുകളാണ്. ഇതിപ്പം ഞങ്ങളുടെ പ്രവർത്തനം മികവച്ച UGC അത് ഒറ്റയടിക്ക് 1000 സീറ്റായിട്ട് MBA, MCAക്ക് തന്നു. കഴിഞ്ഞ തവണ 100 സീറ്റേ ഉള്ളായിരുന്നു. നമ്മുടെ പെർഫോമൻസ് വെച്ചിട്ട് ഒരു 1000 സീറ്റ് വെച്ച് തന്നു. അതുകൊണ്ട് എൻട്രൻസ് ഇല്ല. ഇതെന്ന് വെച്ചിട്ട് MBA ഒക്കെ MCA എന്നൊക്കെ ചോദിക്കും, പ്രാക്ടിക്കൽസ് ഒക്കെ അത് എങ്ങനെ തട്ടി, അതൊന്നുമല്ല. നല്ല നമ്മുടെ മാഡത്തിനെ പോലുള്ള ലാബുള്ള LSCകൾ നമ്മൾ 65 LSC നമ്മളിപ്പോൾ ഈ വർഷം 25 അഡീഷണൽ LSC തുടങ്ങിയിട്ടുണ്ട്. കമ്പ്യൂട്ടർ ലാബ് എല്ലാം MCA, വിദ്യാ കോളേജ് ഉൾപ്പെടെ നമ്മൾ LSC ആക്കി മാറ്റുന്നുണ്ട്. MCA തുടങ്ങുന്നുണ്ട്. നമ്മൾ ഒരു ഹൈബ്രിഡ് മോഡലാണ് തുടങ്ങുന്ന, ക്ലാസ്സും കൊടുക്കുന്നുണ്ട്, ഫിസിക്കൽ ചെയ്യുന്നത്. അതുപോലെ MBAക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും വെറുതെ നമ്മൾ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ രീതിയിൽ അവർക്ക് 2 സ്പെഷ്യലൈസേഷൻ ചെയ്യാവുന്ന രീതി. ഇതിനകത്ത് കോഴ്സ് പഠിക്കാനുണ്ട്, ഇന്റേൺഷിപ്പ് ഉണ്ട്, പ്രോജക്റ്റിന് എല്ലാം നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ കൺവെൻഷണൽ സ്പെഷ്യലൈസേഷൻ 5 എണ്ണം കൂടാതെ ഏവിയേഷൻ മാനേജ്മെന്റ്, അനലിറ്റിക്സ്, അതുപോലെ പോർട്ട് മാനേജ്മെന്റ്, സസ്റ്റൈനബിലിറ്റി മാനേജ്മെന്റ്, അങ്ങനെയുള്ള എലക്ടീവ്സുകളെല്ലാം നമ്മൾ ഓഫർ ചെയ്യുന്നത്. MCA പോലും നമ്മളൊരു ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ രീതിയിലാണ് ചെയ്യുന്നത്. കൺവെൻഷണൽ MCA പോലെ അല്ല. നമ്മൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു ജോലി അല്ലെങ്കിൽ എന്തെങ്കിലും ലൈവ്ലിഹുഡ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് നമ്മളിത് ചെയ്തേക്കുന്നത്. പിന്നെ പഠിക്കാൻ താല്പര്യമുള്ള അവർക്ക് ഏത് പ്രോഗ്രാം പഠിക്കാം. അതിന് നമ്മൾ എലിജിബിലിറ്റിയും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതായത് 10ാം ക്ലാസ് അല്ല +2 കഴിഞ്ഞ് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി മിഷൻ്റെ തുല്യതാ പരീക്ഷ കഴിഞ്ഞാൽ അവിടെ ഏത് UGക്കും ചേരും. ഇത്തവണ നമ്മൾ പുതുതായിട്ടൊരു എലിജിബിലിറ്റി കൊണ്ടുവന്നു. അതായത് നമുക്കറിയാമല്ലോ 10ാം ക്ലാസ് കഴിഞ്ഞ് പാവപ്പെട്ട വീട്ടിലെ കുട്ടികളൊക്കെ പൊതുവെ പറയുന്നുണ്ട്, ഒന്നീ ITIക്ക് പോകും അല്ലെങ്കിൽ ഡിപ്ലോമയ്ക്ക് പോകും. നമ്മുടെ സാമ്പത്തിക സ്ഥിതിയില്ല, അപ്പോൾ പെട്ടെന്നൊരു ജോലി കിട്ടും, നമുക്ക് ജീവിക്കാനുള്ളൊരു ചുറ്റുപാടുണ്ടാക്കാൻ പറ്റും. അപ്പം അതിന് പിന്നെ അവരൊക്കെ ഉള്ള ഒരു പ്രശ്നം വെച്ചാൽ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റത്തില്ല. ഡിഗ്രി ഇല്ലാത്തതുകൊണ്ട് PSCക്കോ ബാങ്ക് ടെസ്റ്റോ UPSC ഒന്നും എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് നമ്മൾ ഇത്തവണ
ഒരു എലിജിബിലിറ്റി കൊണ്ടുവന്നിട്ട് അത് 10ാം ക്ലാസ് കഴിഞ്ഞ് 2 വർഷത്തെ ഗവൺമെൻറ് അപ്രൂവ്ഡ് ഡിപ്ലോമ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് എലിജിബിലിറ്റി ആക്കി ഇക്വലൻസി അല്ല എലിജിബിലിറ്റി ഡിഗ്രിക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ ഒരെണ്ണം കൂടെ നമ്മൾ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് കഴിഞ്ഞ് ഗവൺമെൻറ് 2 വർഷം ITA കഴിഞ്ഞവർക്ക് നമ്മൾ എലിജിബിലിറ്റി കൊണ്ടുവരികയാണ്. ഈ വർഷം ചെയ്യണമെന്ന് പറഞ്ഞാൽ റെഗുലേഷൻ റെഡി ആവാഞ്ഞുകൊണ്ട് ഡിലേ ആയതാണ്. പിന്നെ അവിടെ ഒരു ബ്രിഡ്ജ് കോഴ്സ് ചെയ്യണം 12 ക്രെഡിറ്റ് ലാംഗ്വേജ്. അത് ഓപ്പൺ സ്കൂൾ വഴിയോ ഏതെങ്കിലും അംഗീകൃത ഇത് വഴി ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്മൾ തന്നെ പ്ലാൻ ചെയ്യുകയാണ് ആ 12 ക്രെഡിറ്റ് കോഴ്സ് ചെയ്തു കൊടുക്കാനായിട്ട്. അതെന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ഉദ്ദേശിക്കാത്ത അത്രയും 10,000 കണക്കിന് അതും പാവപ്പെട്ട വീട്ടിലെ കുട്ടികളെയൊക്കെ ഒരു കരിയർ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു സ്റ്റെപ്സ് ആയിട്ടാണ് തോന്നുന്നത്. അതൊരു ലോങ് ലാസ്റ്റിംഗ് ഒരു ഇമ്പാക്റ്റ് നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് പേര് ഇതുപോലെ എന്ന് വെച്ചാൽ ഈ ITA കഴിഞ്ഞിട്ട് ചിലവരൊക്കെ ലാറ്റൻറ്റ് വഴി ഡിപ്ലോമയും എഞ്ചിനീയറിംഗ്. ഇപ്പോൾ എല്ലാവരും ഒന്നും പോകുന്നില്ല എന്ന് വെച്ചാൽ വീട്ടിലെ ചുറ്റുപാട് കൊണ്ട് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് റെഗുലറി പഠിക്കാൻ പറ്റത്തില്ല. അപ്പം അതിനുള്ളൊരു സൊല്യൂഷൻ ആയിട്ട് അത് ഇപ്പോഴും ഞാൻ ഹയർ എഡ്യൂക്കേഷൻ വിളിച്ചാൽ ഇന്നലെ ആ ഓർഡർ ഗവൺമെൻറ്റായിട്ട് ഓർഡർ ഇറക്കാൻ പോയി. ഞാൻ ഈ ലാസ്റ്റിൽ പറഞ്ഞ 2 എലിജിബിലിറ്റിക്ക് ഗവൺമെൻറ് ഇപ്പോൾ ഓർഡർ ഇറക്കും. ഇപ്പോഴും ഞാൻ ഹയർ എഡ്യൂക്കേഷൻ ഇന്നലെ ഇറങ്ങേണ്ടത്. അപ്പം അതിനകത്ത് ഒന്നുകൂടെ ഡ്രാഫ്റ്റ് ആയതേ ഉള്ളൂ. എനിക്ക് അയച്ചുതരാന്ന് എൻ്റെ പിന്നിൽ എൻ്റെ ഒരു എഫേർട്ട് ഉണ്ട് കേട്ടോ. ഈ 2 കാര്യം ഞാനാണ് VC-മാരെ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ പ്രസൻറ്റ് ചെയ്ത് ഇതിനെ ഒരു എഫർട്ട് എടുത്തത്. പിന്നെ ഗവൺമെൻറ് തലത്തിലും ഉണ്ട്. പിന്നെ നിങ്ങൾ ഈ ഡയറക്ടർ ഓഫ് ജനറൽ ഓഫ് ട്രെയിനിങ് എന്ന് പറഞ്ഞ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സൈറ്റിൽ പോയി ഇത് ആൾറെഡി അപ്രൂവ്ഡ് ഈ 2 എലിജിബിലിറ്റി ഈ +2 ഇക്വലൻ്റ് ആയിട്ടെന്നാണ് അവർ പറയുന്നത്. ആ സൈറ്റിൽ പോയ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇതുവരെ ആരും ഇംപ്ലിമെൻ്റ് ചെയ്തില്ല. അപ്പം ഞാൻ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് എന്ന് വെച്ചാൽ നമുക്ക് പണ്ട് പല കാരണങ്ങൾ കൊണ്ട് പഠിക്കാൻ പോയി, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ ഞാനൊക്കെ പഠിക്കുമ്പോൾ 2-3 മാർക്കിൻ്റെ കുറവുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് പോയിട്ടുണ്ട്. എന്ന് വെച്ച് ഞാൻ മോശമല്ലല്ലോ. ഇപ്പം അങ്ങനല്ല, നമ്മളിപ്പം പഠിക്കാൻ അവസരം കൊടുക്കുക കുട്ടികൾക്ക്, അവർക്ക് താല്പര്യമുള്ള ആ രീതിയിലാണ് നമ്മൾ ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പോകുന്നത്. ഇതിനകത്തൊന്നും ക്വാളിറ്റി കോംപ്രമൈസ് ഒന്നുമില്ല ഇവിടെ. ആ എലിജിബിലിറ്റി മാത്രം അവസരം കൊടുത്തിട്ട് പിന്നെ ഇവാലുവേഷൻ എല്ലാം ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അടുത്തിനൊക്കെ അറിയാം സ്കോഡ് വരെ പരീക്ഷ എല്ലാം നമ്മൾ ഭയങ്കര ക്വസ്റ്റ്യൻ ആയാലും നമ്മൾ കൊടുക്കുന്ന സിലബസ് ഒക്കെ നിങ്ങൾ നോക്കണം. സ്റ്റഡി മെറ്റീരിയലൊക്കെ ഞങ്ങളുടെ USP എന്ന് പറയുന്ന സ്റ്റഡി മെറ്റീരിയൽ ഇവരെ പോലുള്ള UGC ക്വാളിഫൈഡ് 70 അധ്യാപകരുണ്ട് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ. PhD നല്ല നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ച, അതായത് ഈ ജവഹർലാൽ നെഹ്റു അതുപോലെ അലിഗഡ് അങ്ങനെ പഠിച്ച ഒരുപാട് അധ്യാപകർ അവരാണ് ഈ മെറ്റീരിയൽ എല്ലാം റെഡിയാക്കുന്നത്. നമ്മുടെ USP എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ. പിന്നെ അതുകൂടാതെ നമ്മൾ ഈ റെക്കോർഡഡ് വീഡിയോ, അതുപോലെ LDesk എന്ന് പറയുന്ന മൊബൈൽ ആപ്പ് ഉണ്ട്, PDF കൊടുക്കുന്നുണ്ട്, റെക്കോർഡഡ് വീഡിയോ ഉണ്ട്, ഓൺലൈൻ കൗൺസിലിങ് ഓഫ്ലൈൻ കൗൺസിലിങ് എല്ലാം കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ അടുത്ത തവണ മുതൽ നമ്മൾ SLM സ്റ്റഡി മെറ്റീരിയൽ നമ്മൾ മലയാളത്തിൽ കൂടെ കൊടുക്കാൻ പോകുക. എന്നുവെച്ചാൽ അറിയാമല്ലോ കുറേ പേർക്ക് ഇത് ഇംഗ്ലീഷ് ഇത് ചെയ്യുന്നുണ്ട്. പിന്നെ റെക്കോർഡഡ് വീഡിയോ കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ അതിൻ്റെ ഡിലേ വരുന്നുണ്ട്. PDF കൊടുത്തിട്ട് നമുക്കൊരു AI ടൂൾ വെച്ച് ഇഷ്ടംപോലെ ടൂൾസ് ഉണ്ട്, അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിൽ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും PDF അവർക്ക് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ചെയ്യാൻ പറ്റും. അടുത്ത വർഷം മുതൽ SLM മലയാളത്തിൽ കൊടുക്കും. ക്വസ്റ്റ്യൻ പേപ്പർ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ മലയാളത്തിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ മീഡിയം ഓഫ് ഇംഗ്ലീഷ് അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തേ പറ്റും. കാര്യം 60% വരുന്ന റെഗുലർ സ്റ്റുഡൻസിന് അവർ ഹയർ സ്റ്റഡീസിന് വെളിയിലൊക്കെ പോകണമെങ്കിൽ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ് അത് കീപ്പ് ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് പഠിക്കാനുള്ള മലയാളം ആക്കി കൊടുക്കാനുള്ള എല്ലാ സ്റ്റെപ്സും നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഡ്യുവൽ ഡിഗ്രി ഓപ്ഷൻ വേറൊരുത്ത പഠിക്കുന്ന എഞ്ചിനീയറിങ്ങിനൊക്കെ പഠിക്കുന്നത് നമുക്ക് ഇവിടെ. അതുകൊണ്ട് TC ഒഴിവാക്കി, ഏജ് ലിമിറ്റ് ഒഴിവാക്കി, മിനിമം എലിജിബിലിറ്റി ഉണ്ടോ. പിന്നെ നമ്മുടെ PG എന്ന് പറഞ്ഞാൽ ഏത് UG എടുത്താലും PGക്ക് പഠിക്കാൻ പറ്റും. അതാണ് നമ്മളൊരു ഫ്ലെക്സിബിൾ ഡൈനാമിക് ലേണർ സെൻട്രിക് എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. പഠിക്കാൻ താല്പര്യമുണ്ട്, ഏതും പഠിക്കാനുള്ള. പക്ഷേ ആ എലിജിബിലിറ്റി മിനിമം എലിജിബിലിറ്റി വെച്ചിട്ട് അപ്പോൾ അങ്ങനെ PGക്ക് BA മലയാളം പഠിച്ചവർക്ക് അവിടെ MCA ചെയ്യാം. അപ്പോൾ അവർ ചിലപ്പം പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ട് വരും. അപ്പം നമ്മളൊരു ബ്രിഡ്ജ് കോഴ്സ് നടത്തി അത് കോമ്പൻസേറ്റ് ചെയ്ത് അല്ല ഓൺലൈനിൽ വെച്ചിട്ട് അവർ MCA പഠിക്കാനുള്ള രീതിയിൽ ചെയ്യുന്ന രീതിയിലാണ് ആ സിസ്റ്റം നമ്മൾ പോകുന്നത്. അപ്പം അതുപോലെ നമ്മൾ LSCയുടെ എണ്ണം കൂട്ടി നമ്മൾ 2 വർഷം മുമ്പ് 22 LSC ഉള്ളതാണ്, ഇപ്പോൾ 65 LSC ആയി. ഇനിയും നമ്മൾ കൂട്ടി എന്ന് വെച്ചാൽ സ്റ്റുഡൻസിൻ്റെ എണ്ണം കൂടുന്ന വെച്ചാൽ കൺവീനിയൻ്റ് ആയിട്ട് അവർ വന്ന് പോയി അധികം ട്രാവൽ ചെയ്യാതെ വന്ന് ഞായറാഴ്ചകളിൽ ക്ലാസ് എടുത്ത് പോയി പഠിച്ച് പോകുന്ന രീതിയിൽ. ഈ LSC എന്ന് പറഞ്ഞാൽ നാടൊക്കെ വർക്ക് ചെയ്യുന്നുള്ള ഗവൺമെൻറ് കോളേജസ് ആണ്. അതുപോലെ അവിടെ വർക്ക് ചെയ്യുന്ന റെഗുലർ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്ന UGC ക്വാളിഫൈഡ് അധ്യാപകർ തന്നെയാണ് ഞായറാഴ്ച ഇവർ ക്ലാസ് എടുക്കുന്നത്. അത് നല്ല അധ്യാപകരും കഴിഞ്ഞ തവണ പോലെ നമ്മൾ അവർ ഹോണറേറിയം കൂട്ടി 850 1200 1 മണിക്കൂറിന്. അപ്പോൾ ഒരു നല്ലൊരു അധ്യാപകരെ കിട്ടാൻ വേണ്ടിയിട്ട് അതൊന്നും ഇച്ചിരി ഫീസൊന്നും നമ്മൾ കൂട്ടിയില്ല. ഒരു അധ്യാപകർ വന്നാൽ ഒരു 3 മണിക്കൂർ എടുത്ത് ഒരു 4000 രൂപ കിട്ടുന്ന രീതിയിൽ നമ്മൾ ഇതാക്കി. പക്ഷേ കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള ഒരു കോച്ചിങ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്
ഇതാണ് ചെയ്തേക്കുന്നത്. പിന്നെ പിന്നെ ഏറ്റവും വലിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിഗ്രി ഇതാണ്. നിങ്ങളൊന്ന് റെഗുലർ ഡിഗ്രിക്ക് തുല്യം ഈ ഇന്ത്യയിലെ ഏത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയാലും IIT അതുപോലെ, പക്ഷെ ബ്രാൻഡ് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഹയർ സ്റ്റഡീസിനായാലും ജോലിക്കായാലും എല്ലാം ഈക്വൽ വെയിറ്റേജ് ആണ്. എല്ലാ പ്രോഗ്രാമും UGC അപ്രൂവ്ഡാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നാൽ 3 മോഡ് UGC അപ്രൂവ് ചെയ്തത്. അതായത് ഒന്ന് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, ഒന്ന് ഓൺലൈൻ എഡ്യൂക്കേഷൻ, ഒന്ന് റെഗുലർ യൂണിവേഴ്സിറ്റി അല്ല റെഗുലർ മോഡ്. ഇതല്ലാതെ വേറെ ഏത് മോഡിൽ പഠിക്കുന്ന ഡിഗ്രി ഇൻവാലിഡാണ്. ഫോർ എക്സാമ്പിൾ പ്രൈവറ്റ് രജിസ്ട്രേഷൻ അങ്ങനെ ഒരു മോഡ് ഇല്ല. അത് ശരിക്കും ആ പഠിക്കുന്ന കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് ഇൻവാലിഡാണ്. അപ്പം ചോദിക്കും ഇത്രയും നാള് പ്രോബ്ലം ഇല്ലാതെ പോലെ. അതെന്താണെന്നറിയാം, ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ കൊണ്ട് നിങ്ങൾക്ക് അത് പറഞ്ഞു തരാം. ഇപ്പം മാഡം പ്രൈവറ്റ് രജിസ്ട്രേഷൻ ഒരു ഡിഗ്രി എടുത്ത്, ആ ഡിഗ്രി ഞാൻ റെഗുലറിലും എടുത്ത്, ഞങ്ങളൊരു ജോലിക്ക് അപ്ലൈ ചെയ്ത്, മാഡത്തിനെ ഫസ്റ്റ് റാങ്ക് ചെയ്തു, എന്നെ സെക്കൻഡ് റാങ്ക്. ഞാൻ കൊണ്ട് കേസ് കൊടുക്കും, മാഡത്തിൻ്റെ ഡിഗ്രി ഇൻവാലിഡ് ആണ്, റെക്കഗ്നൈസ്. ഇങ്ങനെ ഇത് ആരും ചെയ്യാത്തതുകൊണ്ട് മാത്രമാണ് പ്രൈവറ്റ് രജിസ്ട്രേഷൻ ഇത്രയും നാൾ പോയത്. എന്ന് വെച്ചാൽ കൊടുക്കുന്നത് ഒരു ബ്രാൻഡ് നല്ല എസ്റ്റാബ്ലിഷ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്. അപ്പോൾ അത് യൂണിവേഴ്സിറ്റി പഴയ യൂണിവേഴ്സിറ്റി അല്ലേ അത്. അതായത് റെഗുലർ പ്രൈവറ്റ് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു മോഡില്ല. അതിനെ പിന്നെ വേറെ രീതിയിലും കൂടെ ഇന്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്. അതായത് UGC പ്രൈവറ്റ് രജിസ്ട്രേഷന് നിരോധിച്ചിട്ടില്ലല്ലോ, എതിർത്തിട്ടില്ല. ഇല്ലാത്ത ഒരു കാര്യത്തിന് UGCക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പം നിങ്ങൾ RT UGCക്ക് അയച്ചു വെച്ചാൽ കറക്റ്റ് ഇൻഫർമേഷൻ കിട്ടും, പ്രൈവറ്റ് രജിസ്ട്രേഷൻ ഇൻവാലിഡ് ആണ്. സെയിം മാഡം, എല്ലാം ഉണ്ട് മാഡം. NEP മോഡൽ, NEP പോലെ മാഡം. നമുക്ക് പിന്നെ 4 ഇയർ റിസർച്ച് ഇല്ല, നമുക്കത് പറ്റത്തില്ല. എന്ന് വെച്ചാൽ ഗൈഡ് ഇല്ലാത്തതുകൊണ്ട് പറ്റത്തില്ല. പിന്നെ നമ്മളത് വരും. ഇപ്പം നമുക്ക് പോസ്റ്റ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതും തുടങ്ങും. ഇപ്പം റെഗുലർ പോസ്റ്റ് കോൺട്രാക്റ്റ് അല്ല അത്യാവശ്യം വർക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ നമ്മളത് തുടങ്ങും. അതിപ്പോൾ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടില്ല, അത് ചെയ്യാനുള്ള പരിപാടി തുടങ്ങുന്നത്. അതുകൊണ്ട് നിങ്ങൾ പറയേണ്ട കുട്ടികൾ എവിടെ പഠിച്ചോട്ടെ, അവർ പഠിക്കുന്നതിന് മുമ്പ് ഈ ഡിഗ്രി റെക്കഗ്നൈസ്ഡ് ആണോ എന്ന്. ഈ 3 മോഡല്ലാത്ത ഏത് മോഡും ഇൻവാലിഡ് മോഡ്. ഇപ്പം നിങ്ങൾ നോക്കണം, PSCയുടെ അറിയാമല്ലേ, പ്രോപ്പറായിട്ട് ഒരു എൻക്വയറി നടത്തിയാൽ ഒരുപാട് പേര് പുറത്തു പോകും. നമ്മുടെ പല PSC വഴി കയറിയ അധ്യാപകരും അസിസ്റ്റന്റും പോലീസിലുള്ള ഒരുപാട് പേര് ഇതുപോലെ റെക്കഗ്നേഷൻ ഇല്ലാത്ത ഡിഗ്രി വെച്ച് ജോലി കയറിയിട്ടുണ്ട്. UGC ഞാൻ PSCയുടെ ഞാൻ ഓപ്പണായിട്ട് നന്നായിട്ട് അന്വേഷിക്കണമെന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ പാവപ്പെട്ട് പഠിച്ചു വന്ന കുട്ടികളുടെ അവസരം ഇവർ കാശ് കൊടുത്തും ഇതുപോലെ ചുള്ളുവിൽ ഡിഗ്രി വാല്യൂ ഇല്ലാത്ത കയറി ജോലി കയറിയേക്കുന്നത്. പക്ഷേ എത്രമാത്രം അന്വേഷണം വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്ന് വെച്ചാൽ എല്ലാ ജാതിയിലും മതത്തിലും പാർട്ടിയിലും എല്ലാവരും പെട്ടവർ ഇതുപോലെ ജോലിക്ക് കയറിയിട്ട് അത് പ്രോപ്പർ അന്വേഷണം നടത്തി കഴിഞ്ഞാൽ കുറേ പേര് പുറത്തു പോകും. പിന്നെ കോടതി ഇത്രയും നാൾ വർക്ക് ചെയ്തല്ലോ, കോടതി കേസ്, കോടതി ഒരിക്കൽ പോലും അത് ഈവൻ കേസ് എടുക്കത്ത് പോലും ഇല്ല. സുപ്രീം കോടതി വിധി പോലും പറഞ്ഞിട്ടുണ്ട്, അത് കുട്ടിയുടെയും ഉദ്യോഗാർത്ഥിയുടെ റെസ്പോൺസിബിലിറ്റിയാണ്, നിങ്ങൾ അത് ഡിഗ്രി വാലിഡ് ആണോ അല്ലയോ എന്ന്. അതിൻ്റെ കേസ് ഇത്രയും നാൾ വർക്ക് ചെയ്തല്ലോ, ഈ കോടതി പോയ കോടതി കേസ് അക്സെപ്റ്റ് ചെയ്ത് പോലും ഇല്ല. ഇതാണ് സംഭവിക്കാൻ മതി. ഇത് പലരും പറയാത്തതുകൊണ്ടാണ് ഇത്രയും നാൾ ഇതെല്ലാം ഓടിപ്പോയി. ഇപ്പം ഫോർ എക്സാമ്പിൾ 2015 തൊട്ട് അണ്ണാമല യൂണിവേഴ്സിറ്റിയുടെ റെക്കഗ്നേഷൻ ഇല്ല. എന്നിട്ട് അവർ പഠിച്ചിട്ട് ഇവിടെ ഒരുപാട് പേർക്ക് ആ ഡിഗ്രി കൊണ്ട് PSC വഴി ജോലി കയറിയിട്ടുണ്ട്. അതൊക്കെ ഈ പ്രോപ്പറായിട്ട് അന്വേഷണം നടത്തി കഴിഞ്ഞാൽ അതെല്ലാം പുറത്തു പോകും. പക്ഷേ നമ്മുടെ 60 എക്സാം സെന്റേഴ്സ് ഉണ്ട് ആൾ ഓവർ. ഇവിടെ 5 ഞങ്ങളിപ്പോൾ LSCയുടെ എണ്ണം കൂട്ടിയിട്ട് 2 ഉള്ളായിരുന്നു, ഇപ്പം 4 ആക്കി ഈ വർഷം. അതായത് മാഡം വർക്ക് ചെയ്യുന്ന അച്യുതമേനോൻ കോളേജ് ഉണ്ട്, പാറമേ കോളേജ് ഉണ്ട്, പിന്നെ സെന്റ് ജോസഫ് ആർട്സ് ആൻഡ് സ്കോളർ പാവറട്ടി, പിന്നെ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് IHRD നാട്ടിയ. അപ്പം എണ്ണം കൂടുന്നതനുസരിച്ച് നമ്മൾ പറഞ്ഞില്ല 22 വർഷം കൊണ്ട് 22 നമ്മൾ 65 ആക്കി. ഒരു LSC നമ്മുടെ ഫീസ് കളക്ട് ചെയ്യുന്നത് 60% LSCയുടെ എക്സ്പെൻസ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. ആ രീതിയിലാണ് നമ്മൾ LSC എല്ലാ ഫീസും ഇതിനകത്തുണ്ട്. ഇതൊന്നും വലിയ ഫീസൊന്നും നിങ്ങൾ ഒരിക്കലും ഈ ന്യൂമറിക്കൽ വാല്യൂ വെച്ച് ഫീസ് കമ്പയർ ചെയ്യല്ലേ. നമ്മൾ കൊടുക്കുന്ന സർവീസസ് നോക്കണം. റെക്കോർഡഡ് വീഡിയോ, പിന്നെ ഡെസ്ക്, പിന്നെ ഓൺലൈൻ ക്ലാസ്സിങ്, വീഡിയോ ലെക്ചറിങ് എല്ലാം കൊടുക്കുന്ന നോക്കുമ്പോൾ ഇതൊരു വലിയ ഫീസല്ല. എല്ലാവരും ചുമ്മാതെ ഈ എന്താ പറയുന്നത്, ഈ പ്രൈവറ്റ് രജിസ്ട്രേഷൻ എങ്ങനെയും കൊണ്ടുവരാൻ വേണ്ടി കുറേ അലിഗേഷൻസ് പറയുന്നത് അവരുടെ ഫീസ് കുറവ്, അത് പാവപ്പെട്ട കുട്ടി, അവരുടെ പിന്നിലുള്ള നല്ല മോട്ടീവല്ല. നിങ്ങൾ ഈ പ്രൈവറ്റ് രജിസ്ട്രേഷൻ ചെയ്യുന്ന കുട്ടികൾ പിന്നെ ട്യൂട്ടോറിയൽ കോളേജാണ് പഠിപ്പിക്കുന്നത്. അവരവിടെ വാങ്ങുന്ന 20,000 തൊട്ട് 1,00,000 രൂപ വരെ ഫീസ് വാങ്ങുന്ന സ്റ്റാറ്റസ് വേണമെങ്കിൽ ഞാൻ എടുത്തു തരാം. അതാണ് അവർ പിന്നിലുള്ളത്. മോട്ടീവ് എന്ന് പറഞ്ഞത് ഈ പാവപ്പെട്ട കുട്ടികളെ സഹായിക്കുന്നതല്ല. അവർ പറയും പ്രൈവറ്റ് രജിസ്ട്രേഷൻ ഒരു 1-2 പേരൊക്കെ രക്ഷപ്പെട്ടു എന്നല്ലാതെ ഇപ്പോഴും പ്രൈവറ്റ് രജിസ്ട്രേഷൻ എടുത്ത ഡിഗ്രി കിട്ടാതെ കൊടുക്കാത്ത 2 വർഷമൊക്കെ ആയിട്ടും ഡിഗ്രി കിട്ടാത്ത ഒരുപാട് കേസസ് ഇപ്പോൾ എനിക്കറിയാം.
ഇത് ഞാൻ ഒരു വൈസ് ചാൻസലർ, ഞാൻ വന്ന് ഞാൻ ഓപ്പണായിട്ട് ഇത് പറയുന്നത്, നിങ്ങൾക്ക് അത് അന്വേഷിക്കാം ട്രാൻസ്പെറൻസി, എന്നിട്ട് നാളെ നിങ്ങൾക്ക് എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാം. വെറുതെ വന്ന് എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ. ഈ പറഞ്ഞെല്ലാം ഞാൻ റൂളാണ് പറയുന്നത്. ഐ എം നോട്ട് അഗൻസ്റ്റ് എനി യൂണിവേഴ്സിറ്റി ഓർ എനി ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇവിടെ ഐ എം ടെല്ലിങ് ഇത് എക്സെപ്റ്റ് UGC റൂൾ ആൻഡ് റെഗുലേഷൻ. പിന്നെ യൂണിവേഴ്സിറ്റി എല്ലാം റെക്കഗ്നേഷൻ ഇല്ല, ഇപ്പം ഈ ഡിസ്റ്റൻസ് മോഡിൽ നടക്കുന്നത് 2000 അതാ ഞാൻ പറഞ്ഞത് ഇല്ലീഗൽ. അതാരും പരാതി പറയുക. ഇപ്പം ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, ഇപ്പം എല്ലാ സ്റ്റുഡൻസിനും അവരെ കൂട്ടുകാർ പഠിക്കുന്ന ഡിഗ്രിക്ക് വാല്യൂ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുന്നുണ്ട്. അത് അന്നേരം കേസ് കൊടുക്കും, പണ്ടത്തെ പോലെ ഒന്നും അല്ല കേട്ടോ. അതാരും ചെയ്യാത്തതുകൊണ്ടാണ് ഇതുവരെ ഇങ്ങനെയുള്ള അൺറെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഇങ്ങനെ ഇത് പോയത്. അപ്പം നമ്മളെ എല്ലാത്തിനകത്തും ഈ സ്കില്ലിങ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, മൾട്ടി ഡിസിപ്ലിനറി പഠിക്കാനുള്ള. അതുകൂടാതെ ഒരു 10-30ഓളം ഡിപ്ലോമ സർട്ടിഫിക്കറ്റ്, പിന്നെ നമ്മുടെ യോഗ, മ്യൂസിക്, ഡ്രാമ തൊട്ട് ഈ പ്രസവാനന്തര ചികിത്സ, അതായത് പ്രഗ്നൻസി തൊട്ട് അതുവരെയുള്ള അങ്ങനെയുള്ള കെയർ ഗീവിങ്, GDRT കെയർ തുടങ്ങി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡ്രോൺ ടെക്നോളജി വരെയുള്ള സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ പ്രോഗ്രാം, അത് എസ്റ്റാബ്ലിഷ്ഡ് പ്രൈവറ്റ് ആൻഡ് ഗവൺമെന്റ് ഏജൻസിയായിട്ട് ചെയ്യുന്നുണ്ട്. വെറുതെ ഒരു പേപ്പർ വാല്യുള്ള സ്റ്റഡി, ഇതെല്ലാം സ്കിൽ സർട്ടിഫിക്കറ്റ്, ഹാൻഡ് ഓൺ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. അവർക്ക് നാളെ അവർക്ക് ജോലിക്ക് പ്ലേസ്. അപ്പം നമ്മൾ NCVT-യുടെ കൂടെ അക്രഡിറ്റേഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് എവിടെ പോയാലും, ലോകത്ത് എവിടെ പോയാലും കൊടുക്കാൻ പോകണം. അതിൻ്റെ ഇനിയൊരു പ്രസന്റേഷനേ ഉള്ളൂ. കേരളത്തിൽ ആദ്യത്തെ യൂണിവേഴ്സിറ്റി ആയിരിക്കും NCVT-യുടെ അക്രഡിറ്റേഷൻ കിട്ടാൻ പോകുന്നത്. ഞങ്ങൾ 4 വർഷമായുള്ളൂ മാഡം. അതാ നിങ്ങൾ ഈ 4 വർഷം കൊണ്ട് ഞങ്ങൾ പലതും മുൻപന്തി. ഓപ്പൺ ടെക്സ്റ്റ് ബുക്ക് ഞങ്ങളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത്, ഇരട്ട ബിരുദം ഞങ്ങളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത്. അതുപോലെ ഇപ്പോൾ NCVT അക്രഡിറ്റേഷൻ ഞങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിനായിട്ട് കമ്പയർ പലതും ഇപ്പോൾ എക്സാം ഓൺ ഡിമാൻഡ് നമ്മളാണ് കൊണ്ടുവരാൻ പോകുന്നത്. മറ്റുള്ള യൂണിവേഴ്സിറ്റിയെക്കാട്ടി എല്ലാം മോഡേൺ ട്രെൻഡിനനുസരിച്ചിട്ട് നമ്മുടെ യൂണിവേഴ്സിറ്റിയാണ് മുൻപന്തിയിൽ ഇതെല്ലാം കൊണ്ടുവരുന്നത്. 4 വർഷം കൊണ്ട് ഉള്ള ഒരു ഡെവലപ്മെന്റ് ആലോചിച്ചുകൊണ്ടെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിക്ക് ഇതുപോലെ വളരാൻ പറ്റത്തില്ല ഇത്രയും ഷോർട്ട് പീരീഡിൽ. പിന്നെ അതുപോലെ ഇരട്ട ബിരുദം വേറെ എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ പഠിക്കുന്നവർക്ക് പഠിക്കാൻ പറ്റും. പിന്നെ നമ്മളൊരു പബ്ലിക് ഡീറ്റെയിൽ ലൈബ്രറി ഉണ്ട്. ഇതെല്ലാം ഒരു ലൈബ്രറി ഉണ്ടാക്കിയിട്ട് രജിസ്റ്ററൈസ് ചെയ്ത് മീറ്റിലായിട്ട് ലോകത്ത് എവിടെ ഇരുന്നാലും, എന്നുവെച്ചാൽ നമ്മൾ ഒരുപാട് പേര് ഗൾഫിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, അവർക്ക് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാനുള്ള അവസരമുണ്ട്. ഇത് കൂടാതെ ലൈബ്രറി കൗൺസിലിന്റെ കീഴിലുള്ള 2500 A ക്ലാസ് ലൈബ്രറി നമ്മുടെ റെഫറൻസ് ലൈബ്രറി ആക്കാൻ പോകുന്നു. അപ്പം ഇത് കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ CSR ഫണ്ട് ഉപയോഗിച്ച് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയാണ് നമുക്ക് വേണ്ടി അത് ഡെവലപ്പ് ചെയ്യുന്നത്. ആൾറെഡി വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അന്നേരം ഈ 2500 സെക്കൻഡ് ഫേസ് ആയിട്ട് 2500 ലൈബ്രറിയിൽ നമ്മളൊരു ടെർമിനൽ കൊടുക്കാൻ പോകും, ഇന്റർനെറ്റ് കണക്ഷൻ വെച്ച്. എന്നുവെച്ചാൽ പാവപ്പെട്ട കുട്ടികൾക്ക് വീട്ടിൽ നെറ്റ് ഇല്ലെങ്കിൽ തൊട്ടടുത്ത ലൈബ്രറി വന്നിട്ട് അവർക്കിത് പഠിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഒരുപാട് സോഷ്യൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്, വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ 15 വീട് വെച്ച് കൊടുത്ത്, ഈ തവണ 14 വീടിന്റെ പണി നടക്കുവാണ്. ഒപ്പം എന്ന പദ്ധതി നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി യൂണിവേഴ്സിറ്റി വരുമ്പം വീടില്ലാത്ത നമ്മളവിടെ പഠിക്കുന്ന പാവപ്പെട്ട എല്ലാ കുട്ടികൾക്കും വീട് വെച്ച് കൊടുക്കും. ഇതെല്ലാം ഈ PC തന്നെ ചെയ്ത്, ഇതൊരു ബിസിനസ് മോഡലല്ല, ഇതൊരു സർവീസ് മോഡലാണ് കൊടുക്കാനുള്ള രീതിയിലാണ് നമ്മൾ. അതുപോലെ ഞാനിപ്പോൾ 3 എൻ്റെയും കൂടെ എഫേർട്ട് എടുത്തിട്ട് ഇപ്പം 3 ഗവൺമെന്റ് ഓർഡർ ഇറങ്ങിയിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ലിറ്ററസി മിഷൻ അവർ ആദ്യമേ എഴുത്തും വായന പഠിപ്പിച്ചു, പിന്നെ 4, പിന്നെ 7, പിന്നെ 10, 12 സാക്ഷര മിഷൻ കഴിഞ്ഞിട്ട് 5-6 വർഷമായി. പക്ഷെ അവർക്ക് അടുത്തൊരു ഹയർ സ്റ്റഡീസിന് പോകാൻ പറ്റില്ല. അങ്ങനെ ഞാനായിട്ട് ഇൻട്രസ്റ്റ് എടുത്ത് ഓൾ ഇന്ത്യ ടീച്ചർ ഡയറക്ടറായിട്ട് സംസാരിച്ച് ഞാൻ പറഞ്ഞ് പിന്നെ ലിറ്ററസി മിഷൻ വഴി പാസ്സാവുന്ന ഇക്വലൻസി പാസ്സാവുന്നവർക്ക് നമ്മൾ അവിടെ ഡിഗ്രിക്ക് അഡ്മിഷൻ കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ തവണ അത് തുടങ്ങി. അത് നിങ്ങൾ നോക്കിക്കോണല്ല, സാക്ഷര മിഷൻ പോലെ ഒരു വലിയൊരു ഇമ്പാക്റ്റാണ് നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഇത്തവണ. അപ്പോൾ അവർ പറഞ്ഞ് കുറച്ചുപേരെ സ്പോൺസർ ചെയ്യണം. അപ്പം ജില്ലാ പഞ്ചായത്ത് LSG അപ്ലൈ ചെയ്യുമ്പോൾ അവർ പറഞ്ഞത് അവരുടെ പ്ലാൻ ഫണ്ടിൽ ഈ വിദ്യാഭ്യാസത്തിന് പൈസ വെക്കാൻ പറ്റില്ല. ഞാൻ തന്നെ ഞാൻ ഓൾ ഇന്ത്യ ടീച്ചർ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് കഴിഞ്ഞ ഗവൺമെന്റ് റിക്വസ്റ്റ് കൊടുത്ത് അപ്പം ഇങ്ങനെ ഒരു പ്രശ്നം പറഞ്ഞപ്പം ഫണ്ട് LSGയുടെ കയ്യിലാണ് ഉള്ളത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഗവൺമെന്റ് ഓർഡർ ഇറങ്ങി LSGക്കാർക്ക് അവരുടെ പ്ലാൻ ഫണ്ടിൽ വിദ്യാഭ്യാസം സ്പോൺസർ ചെയ്ത് പഠിപ്പിക്കുക, പൈസ വെക്കാം. ഇതൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അപ്പുറത്ത് ഒരു ഫാർ റീച്ചിങ് ഇമ്പാക്റ്റ് ആണ് സൊസൈറ്റിയിൽ ഉണ്ടാക്കാൻ പറ്റുന്നത്. അതുപോലെ കുടുംബശ്രീ ഇപ്പം അവരോട് ഇറക്കിയിട്ടുണ്ട്. പഠിക്കാൻ താല്പര്യമുള്ള നമ്മളുമായിട്ട് ശ്രീനാരായണഗുരു എല്ലാ കുടുംബശ്രീ ഡയറക്ടേഴ്സിനും ഗവൺമെന്റ് ഡയറക്ടറേറ്റ് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ട് നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യണമെന്നാണ്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ ആക്ടിവിറ്റീസ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ചെയ്യുന്നുണ്ട്. അതുപോലെ ജയിൽ ഇൻമേഴ്സിന് ഫ്രീ ആയിട്ട് 200ഓളം ജയിൽ ഇൻമേഴ്സ് പഠിക്കുന്ന തെറ്റാണ്. നമ്മൾ തെറ്റിനെ ഒന്നും ന്യായീകരിക്കുന്നൊന്നുമില്ല. പക്ഷെ ഇവര് നാളെ ഇത് ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി പിന്നെയും കൂടുതൽ തെറ്റിലോട്ട് പോകാതിരിക്കാൻ വേണ്ടി ഏറ്റവും നല്ല ടൂളെന്ന് പറഞ്ഞാൽ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക. അത് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ 200 പേര് കണ്ണൂർ ജില്ലാ ജയിലിൽ നമ്മുടെ ഒരു എക്സാം സെന്റർ കൂടിയാണ്, അത് നമ്മൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ
പിന്നെ ട്രാൻസ്ജെൻഡേഴ്സിന് ഫ്രീ എഡ്യൂക്കേഷൻ, ഡിഫറെൻറ്റ് ലേബിളിന് ഫ്രീ എഡ്യൂക്കേഷൻ, ബ്ലൈൻഡ് ആണെങ്കിൽ ഫുൾ എഡ്യൂക്കേഷൻ, പിന്നെ SC/STക്ക് ഫുൾ ഫ്രീ, ഫിഷറി സ്കോളർഷിപ്പ് ഫുൾ ഫ്രീ, അതുപോലെ ന്യൂനപക്ഷ സ്കോളർഷിപ്പിനുള്ള അവസരമുണ്ട്. പിന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി തന്നെ ഒരു സ്കോളർഷിപ്പ് ഇപ്പം തുടങ്ങിയിട്ടുണ്ട്. അതാ 15 ലക്ഷം രൂപ ഏതെങ്കിലും ഒരു കുട്ടിക്ക് പൈസ അടയ്ക്കാൻ പറ്റാത്ത ഈ സ്കോളർഷിപ്പിലൊന്നും പെടാത്ത ഉണ്ടെങ്കിൽ നമ്മൾ സ്പോൺസർ ചെയ്യും, ഈ സ്കോളർഷിപ്പ് കൊടുക്കും. അത് LSC വഴി അപ്ലൈ ചെയ്ത് RC ഡയറക്ടർ എൻഡോസ് ചെയ്ത് വന്ന് അതിന് നമ്മൾ ഇത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അവിടുത്തെ കുട്ടി നമ്മൾ UG PG പഠിക്കുന്നുണ്ട്, നമ്മുടെ ലേണേഴ്സാണ്. ജയിലുള്ള ഇതിപ്പോൾ എല്ലാ ജയിലിലോട്ടും മാറ്റാനുള്ള നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ഒരു ഹമ്പിൾ റിക്വസ്റ്റ് ആണ്, നിങ്ങളൊന്ന് സഹായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പേരെടുത്ത് ഇൻഫർമേഷൻ എടുത്ത്, ഇത് മാർക്കറ്റിംഗ് അല്ല, പഠിക്കാൻ പറ്റാതെ പഠിക്കാൻ താല്പര്യമുള്ള ഒരുപാട് പേര് പുറത്ത് നിൽപ്പുണ്ട്. നിങ്ങളൊന്ന് വിചാരിച്ചാൽ അവർക്കും അവസരം എത്തും, അവർക്കും പഠിക്കാനുണ്ട്. നമുക്കൊരു സമ്പൂർണ്ണ ബിരുദ സംസ്ഥാനമാക്കി മാറ്റാനുള്ള ഒരു മൂവ്മെൻറ്റിലോട്ട് സാക്ഷര മിഷൻ പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ നന്ദിയും. ഒരു ഹമ്പിൾ റിക്വസ്റ്റ് ഒരിക്കൽ കൂടിയാണ്, ഇതൊന്നും എല്ലായിടത്തും എത്തി. അതുപോലെ ലാംഗ്വേജ് പ്രോഗ്രാം നമ്മൾ തുടങ്ങുന്നുണ്ട്. ജർമ്മൻ, ഇപ്പം ജർമ്മനിലൊക്കെ പോകണമെങ്കിൽ ലാംഗ്വേജ് അറിയണ്ടേ, അതിനുള്ളത് ജർമ്മൻ, ഫ്രഞ്ച്, അങ്ങനെയുള്ള എല്ലാ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. നമ്മളൊരു കോഴ്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും ഫീസ് സ്ട്രക്ചറും എല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു BA നാനോ എന്റർപ്രണർഷിപ്പ് എന്നാണ്. ഈ കുടുംബശ്രീയിലേക്ക് സ്ത്രീകൾ ഒരുപാട് ചെറിയ ചെറിയ ബിസിനസ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഈ കോഴ്സിന് പഠിച്ച് അവരുടെ ബിസിനസ് വലുതാക്കാനോ അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങാൻ താല്പര്യമുള്ള, ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു യൂണിവേഴ്സിറ്റി ഗ്രാജുവേറ്റ് ലെവലിൽ നാനോ എന്റർപ്രണർഷിപ്പ് MBA PGയിലും ഉണ്ട്, സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ പ്രോഗ്രാം ഉണ്ട്. അതെന്താ ഞങ്ങൾ തുടങ്ങിയെന്ന് വെച്ചാൽ അവർക്ക് ഒരു ഡിഗ്രിയും കൂടെ കിട്ടും. അപ്പം നാളെ PSC അല്ലെങ്കിൽ ഏതെങ്കിലും വഴി ഒരു അവസരം വരുമ്പോൾ ഇത് വെച്ചിട്ട് അവർക്ക് ജോലിക്ക് കയറാനുള്ള ഒരു അവസരം കൂടെ ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ പിന്നെ അടുത്ത വർഷം പുതിയ ഒരുപാട് പ്രോഗ്രാം ചെയ്യുന്നത്. സയൻസിലോട്ട് ഞങ്ങൾ പോവാം, മാത്സിന് തുടങ്ങാൻ പോകുന്നുണ്ട്. ലൈബ്രറി സയൻസ്, BEd NCVT അക്രഡിറ്റേഷൻ കിട്ടിയ BEd തുടങ്ങും. അതുപോലെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, MSW, പിന്നെ അതുപോലെ അടുത്ത വർഷം റിസർച്ച് തുടങ്ങും. അപ്പം പണ്ട് സ്കൂളിലോ കോളേജോ പഠിക്കാൻ പോയത് തുല്യതാ പരീക്ഷ എഴുതി വരുന്നവർക്ക് ഡിഗ്രി വരെ PhD വരെ ചെയ്യാനുള്ള അവസരമാണ് നമ്മൾ ഒരുക്കി കൊടുക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ റെഗുലർ കോളേജിലെ കണക്ക് ആർട്സ് ഫെസ്റ്റിവൽ, യൂത്ത് ഫെസ്റ്റിവൽ, പിന്നെ സ്പോർട്സ് മീറ്റ്, എല്ലാ ഓപ്പർച്യൂണിറ്റീസും കൊടുക്കുന്നത്. ഓണം, ക്രിസ്മസ്, റംസാൻ പോലെ എല്ലാ നമ്മുടെ കുട്ടികൾ ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ കുട്ടികൾ ടൂറ് പോലും പോകുന്നുണ്ട്. അപ്പോൾ ആ റെഗുലർ സ്റ്റുഡൻസ് എന്തൊക്കെ കിട്ടുന്നു അതിൽ കൂടുതൽ ഫെസിലിറ്റീസ് നമ്മുടെ ഇവിടെ പഠിക്കുന്ന ലേണേഴ്സിന് കൊടുക്കുന്നു. ഇതൊന്നും പലർക്കും അറിയത്തില്ല. അതുകൊണ്ട് നിങ്ങളെയൊക്കെ ഒന്ന് സഹായിച്ചാൽ ഈ പഠിക്കാൻ താല്പര്യമുള്ള ഒരുപാട് പേരെടുത്ത് എത്തും, ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടും. അതിനനുസരിച്ച് നമ്മുടെ സാമൂഹികമായും നമ്മുടെ നാട് ഒന്നും കൂടെ ഡെവലപ്പ് ചെയ്യും. അപ്പം എല്ലാവരെയും എല്ലാവിധ സഹകരണം അഭ്യർത്ഥിക്കുന്നു. ഒന്ന് എത്തിക്കുക എല്ലാവരും. ഇതുപോലുള്ള ജനങ്ങൾ വെളിയിൽ നിൽക്കുന്നവർക്ക് സഹായിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ട് ഇതൊരു മാർക്കറ്റിങ്ങിന് വേണ്ടി ചെയ്യുന്ന പരിപാടിയല്ല.